ഞാൻ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമ ഈയൊരു എന്താ പറയുക ഇലക്ഷനൊക്കെ നടക്കാൻ പോകുന്ന ഒരു സ്റ്റേജിൽ ഇറക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ ഈ ഫെബ്രുവരി വരുന്ന 27-ാം തീയതി റിലീസ് ചെയ്യുകയാണ്. എൽ ജഗദമ്മ 7ാം ക്ലാസ് ബി സ്റ്റേറ്റ് ഫസ്റ്റ് എന്നാണ് സിനിമയുടെ പേര്. പിന്നെ ഒരു നല്ല സീസൺ നോക്കി ഇറക്കാമെന്ന് വിചാരിച്ചു. കാരണം അങ്ങനെയുള്ളൊരു സീസണിൽ അത് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നോക്കി അപ്പോൾ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു സീസൺ ഇത് തന്നെയാണെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടത് കൊണ്ട് നമ്മൾ ഇപ്പോൾ റിലീസ് ചെയ്യുകയാണ്. ജഗദമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാനാ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അതിനകത്ത്. മ്യൂസിക് കൈലാഷ് മേനോനാണ്, ക്യാമറ അനി നായർ. അങ്ങനെ അതാണ്. ഒരുപാട് ആർട്ടിസ്റ്റുണ്ട്, ഒരുപാട് പേര് നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. രാഷ്ട്രീയം തന്നെയാണ് അതിൻ്റെ. രാഷ്ട്രീയത്തിന് വേണ്ടി ഉള്ളൊരു സിനിമ അല്ലെങ്കിൽ പോലും ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന കുറേ ലൈവായിട്ടുള്ള കുറേ കാര്യങ്ങളുടെയിൽ നിന്നും ഒരു ക്യാരക്ടർ യാദൃശ്യമായിട്ട് രാഷ്ട്രീയത്തിലേക്കൊരു സ്ത്രീ എത്തപ്പെടുന്നു. അപ്പോൾ അതിനിടയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളിടത്താണ്. അതാണ് കഥയുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് അവർ വന്നത് നന്നായോ ഇല്ലയോ ഇല്ല, അങ്ങനെയുള്ളവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു മറുപടി ആയിരിക്കും. വളരെ സാധാരണക്കാർക്ക്, വലിയ വിദ്യാഭ്യാസമില്ലാത്തൊരു സ്ത്രീക്ക് ഇവിടെ വന്നാൽ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാവും എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സ്ത്രീക്ക് അതൊന്നും ഒരിക്കലും അത്ര എളുപ്പമല്ല എന്നുള്ള തീരുമാനത്തിലാണോ അവരെത്തുന്നത്. അതല്ല, പൊരുതി നിന്നാൽ ഇവിടെ തൻ്റെ ഇഷ്ടത്തിനുള്ള കുറച്ച് കാര്യങ്ങളല്ലെങ്കിൽ താൻ വിചാരിക്കുന്ന രീതിയിൽ ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യണോ അതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസമാണോ എന്നൊക്കെയാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. സംവിധാനം ശിവപ്രസാദ് എൻ്റെ ഹസ്ബൻഡാണ്. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ ഉള്ള കുറേ ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിന് നാട്ടിൻപുറത്തുകാരനാണ് അദ്ദേഹം. അപ്പോൾ അവിടുത്തെ പഞ്ചായത്തൊക്കെ വളരെ സ്ട്രോങ് ആണ്. പൊതുവെ നമ്മുടെ കേരളത്തിലാണ് പഞ്ചായത്തുകളുടെ ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ ഇത്രയും ശക്തമാവുന്നത്. കാരണം ഞാൻ തമിഴ്നാട്ടിലല്ലേ. അപ്പോൾ അവിടെ എനിക്കറിയാം അവിടത്തേക്കാളൊക്കെ വളരെ പ്രാധാന്യം എന്ന് പറയുന്നത് കേരളത്തിലെ പഞ്ചായത്തുകളുടെ ഒരു ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുപ്പിച്ചുള്ള ഒരു ബഹളമോ അത്ര വലിയ കാര്യങ്ങളോ ഒന്നും തമിഴ്നാടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കത് വളരെ വ്യത്യസ്തമായിട്ട് തോന്നി ആദ്യമായിട്ട് അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ.